ശബരിമലയിൽ ആചാരപരമായി മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തി വരെ എഴുന്നള്ളിപ്പ് നടന്നു. കൊമ്പൻ മീശക്കാരനായ അയ്യപ്പന്റെ തിടമ്പാണ് ശരംകുത്തി വരെ എഴുന്നള്ളിച്ചത്. ഇന്ന് മാളികപ്പുറത്ത് ഗുരുതി ചടങ്ങുകൾ നടക്കുന്നതോടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് പര്യവസാനമാകും. മകരവിളക്കുത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ശരംകുത്തി വരെ എഴുന്നള്ളിപ്പ്. മണിമണ്ഡപത്തിൽ നിന്നും കൊമ്പൻ മീശക്കാരനായ അയ്യപ്പന്റെ തിടമ്പാണ് എഴുന്നള്ളിക്കുന്നത്. തീർത്ഥാടന കാലത്തിന്റെ അവസാനം തന്റെ ഭക്തരെ ശരംകുത്തി വരെ യാത്രയാക്കുന്നു എന്നുള്ള വിശ്വാസവും ഭൂതഗണങ്ങളെയും മലദൈവങ്ങളെയും കൂട്ടി തിരികെ സന്നിധാനത്തെത്തുന്നു എന്ന വിശ്വാസവും ഈ ചടങ്ങിനുണ്ട്. തീവെട്ടികളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പുറപ്പെടുന്ന എഴുന്നള്ളത്ത് ശരംകുത്തിയിലെത്തിയ ശേഷം നായാട്ടുവിളി ചടങ്ങ് നടക്കും. തിരികെ തീവെട്ടികളണച്ച് വാദ്യമേളങ്ങളില്ലാതെ നിശബ്ദമായാണ് എഴുന്നള്ളത്ത് മടങ്ങിയെത്തുന്നത്. മകരവിളക്ക് മുതൽ 5 ദിവസം മണിമണ്ഡപത്തിൽ അയ്യപ്പന്റെ 5 ഭാവങ്ങളുടെ കളമെഴുത്തും പാട്ടും നടന്നു. അത്താഴപൂജയ്ക്ക് ശേഷം ആദ്യ 4 ദിവസങ്ങളിൽ 18-ാം പടിക്ക് ചുവട്ടിൽ വരെയായിരുന്നു എഴുന്നള്ളിപ്പ്. 18-ാം പടിയുടെ നിലപാട് തറയിൽ നായാട്ടുവിളിയും നടന്നിരുന്നു. ഇന്ന് ഹരിവരാസനത്തിന് ശേഷം മണിമണ്ഡപത്തിന് സമീപം പരിഹാരക്രിയകളുടെ ഭാഗമായുള്ള ഗുരുതി ചടങ്ങ് നടക്കും. ഇന്ന് രാത്രി വരെ മാത്രമാണ് തീർത്ഥാടകർക്ക് പ്രവേശനമുള്ളത്. വൈകിട്ട് 6 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടില്ല. നാളെ രാവിലെ പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനത്തിന് അനുമതി. രാജപ്രതിനിധി ദർശനം പൂർത്തിയാക്കി പടിയിറങ്ങുമ്പോൾ ശബരിമല ക്ഷേത്രനട ഹരിവരാസനം പാടി അടയ്ക്കും. ന്യൂസ് മലയാളം, സന്നിധാനം.